ശ്രീ മമ്മിക്കുട്ടി, ഗതാഗത വകുപ്പ് മന്ത്രി. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഗതാഗതത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന KSRTC ബസ്സിലെ പല വണ്ടികളും തൃശ്ശൂർ, ഷൊർണൂർ വഴി വന്ന് ആണ് മലബാർ ഭാഗങ്ങൾക്ക് പോകുന്നത്. അത് ബൈപ്പാസിലൂടെ ഈ വണ്ടി ഇങ്ങനെ പോകുന്നത് കാണുക എന്നല്ലാതെ നാട്ടുകാർക്ക്, അതിൽ സാധാരണക്കാർക്ക് അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി കഴിയില്ല. എന്നാൽ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് റെയിൽവേയിൽ വരുന്ന ആൾക്ക് തിരിച്ചു പോകാനും റെയിൽവേയിലേക്ക് യാത്ര ചെയ്യാൻ അങ്ങോട്ട് കയറാനും ഒക്കെ ഈ ഹൈവേയിൽ കൂടെ പോകുന്ന വണ്ടികളൊന്ന് റെയിൽവേ സ്റ്റേഷൻ വഴി ഒന്ന് തിരിച്ചു വിട്ടാൽ കുറേ യാത്രക്കാർക്ക് അത് പ്രയോജനപ്പെടുന്നു. എന്നാൽ അത് മാത്രമല്ല, ഈ പാലക്കാടും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയുടെയും പൊന്നാനിയുടെ ഇടയിൽ ഒരു ബസ്സിന് തകരാറ് വന്നാൽ ഒന്ന് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയോ ബ്രേക്ക് ഡൗൺ നേരാക്കുന്നതിന് വേണ്ടിയോ കാറ്റടിക്കുന്നതിന് വേണ്ടിയോ ഒന്നും യാതൊരു സൗകര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വഴിക്ക് കടന്നു പോകുന്ന ബസ്സുകൾക്ക് ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഈ ബസ്സുകൾക്ക് ഇത്തരത്തിലുള്ള ചില സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി കൊളപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡുണ്ട്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. ആ കൊളപ്പള്ളി ബസ് സ്റ്റാൻഡ് നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഒരു സബ് ഡിപ്പോ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സർവീസ് മുടങ്ങാതെ നടത്താനും തകരാറുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും കഴിയും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈ ഹൈവേയിൽ കൂടെ പോകുന്ന ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും മറ്റ് ബസ്സുകളും ധാരാളം ആ രൂപത്തിൽ പോകുന്നുണ്ടെങ്കിലും മണ്ഡലത്തിലെ പൊതുവായുള്ള യാത്രക്കാർക്ക് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കപ്പെട്ട ഈ സൗകര്യം, ഈ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഓർഡിനറി സർവീസുകളില്ല. ഷൊർണൂർ മണ്ഡലത്തിൽ ആകെ കണക്കൂട്ടുമ്പോൾ 6-7 ബസ്സുകളാണ് ഓർഡിനറി സർവീസ് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണം. മറ്റത്, ഞാൻ ഷൊർണൂർ കൊളപ്പള്ളി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സബ് ഡിപ്പോ അനുവദിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട ഷൊർണൂർ അംഗം ശ്രീ പി മമ്മിക്കുട്ടി അവതരിപ്പിച്ചിട്ടുള്ള ഈ വിഷയം തീർച്ചയായിട്ടും ഗൗരവമുള്ളതാണ്. നമ്മുടെ റെയിൽവേ യാത്രകളുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് ഷൊർണൂർ. പക്ഷേ അവിടെ ഒരു KSRTCയുടെ ഡിപ്പോ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഷൊർണൂരിൽ കൂടി ഗുരുവായൂർ, പെരിന്തൽമണ്ണ, തൃശ്ശൂർ, വടക്കാഞ്ചേരി, മണ്ണാർക്കാട്, മലപ്പുറം, പൊന്നാനി എന്നുള്ള സമീപ ഡിപ്പോകളിൽ നിന്നാണ് ആവശ്യത്തിനനുസരിച്ച് വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. തീർച്ചയായും ഒരു 2.5 ഏക്കർ സ്ഥലവും കെട്ടിടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും KSRTCക്ക് സൗജന്യമായി ലഭ്യമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഓപ്പറേറ്റിംഗ് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു ഡിപ്പോയോ തുടങ്ങുന്നതിന് നമുക്ക് വിരോധമില്ല. സാർ, അതുപോലെ തന്നെ ഈ കൊളപ്പള്ളി സ്റ്റാൻഡാണ്. അതിൽ എല്ലാ ബസ്സുകളും കയറിപ്പോകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിലവിൽ പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരുമ്പോൾ ട്രാഫിക് നിയന്ത്രണം കാരണം ഈ സൂപ്പർ ക്ലാസ് ബസ്സുകൾ കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതുപോലെ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഷൊർണൂർ വഴി ഇരുവശത്തേക്കും, തൃശ്ശൂർ ഭാഗത്തേക്കും പെരിന്തൽമണ്ണ ഭാഗത്തേക്കും സർവീസ് നടത്തുന്ന എല്ലാ ഓർഡിനറി ബസ്സുകളും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, മുനിസിപ്പൽ ബസ് സ്റ്റേഷൻ വഴി കടന്നു പോകുന്നുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നതാണ്. കൂടാതെ തൃശ്ശൂർ ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ദീർഘദൂര ബസ്സുകളും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, മുനിസിപ്പൽ ബസ് സ്റ്റേഷൻ വഴി കടന്നു പോകുന്നതിനുള്ള നടപടിയും സ്വീകരിക്കുന്നതാണ്.